അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്താണെന്നല്ലേ? ആ ടിപ്പ് പറയുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം പറയാം. വീഡിയോസ് കഴിയുമ്പോൾ പലരുടെയും ചോദ്യമാണ് എന്തുകൊണ്ടാണ് സ്റ്റഡ് അല്ലെങ്കിൽ ഇയറിങ്സ് യൂസ് ചെയ്യാതെയെന്ന്. ഞാൻ എപ്പോഴും ഇയറിങ്സ് യൂസ് ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റഡാണ്. ഇതുപോലത്തെ സിമ്പിൾ പാറ്റേണിൽ വരുന്ന ഇങ്ങനത്തെ ഐറ്റംസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മളെപ്പോഴും വെസ്റ്റേൺ ഡ്രസ്സസ്, അങ്ങനെ അത്ര ഭയങ്കര വെസ്റ്റേൺ അല്ല, വെസ്റ്റേൺ ഡ്രസ്സസ് യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡ് സ്റ്റഡ് നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ മാത്രം ഇയറിങ്സ് എടുക്കുക. അത് കുറച്ചുകൂടെ ഒരു ഭംഗിയായിരിക്കും നമ്മുടെ ഫേസിന്. പിന്നെ വെസ്റ്റേൺ, അതുപോലെ തന്നെ വെസ്റ്റേൺ ഡ്രസ്സസ്, പിന്നെ എന്താ പറയുക, സിമ്പിൾ കുർത്താസൊക്കെ വരുമ്പോൾ ഈ രണ്ട് പോർഷനിലും ഇയറിങ്സ് ഇടാതെ, സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇടാതെ നോർമൽ ഹാങ്ങിങ് ഐറ്റംസ് ആയിട്ടുള്ള ഇയറിങ്സ് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനും അല്ലെങ്കിൽ സാരീസ് യൂസ് ചെയ്യുമ്പോൾ ആണ് ഹെവി വരുന്ന ഇയറിങ്സ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അല്ലാത്ത ടൈം ഇതുപോലത്തെ സ്റ്റഡ് ഐറ്റംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ആകുമ്പോൾ സിമ്പിൾ അല്ലേ? എന്താ പറയുക, 35 റുപ്പീസിനൊക്കെ നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇയറിങ്സ് കിട്ടും. വെറുതെ എന്തിനാണ് ഒരു ദിവസത്തേക്ക് ഇത്രയും വലിയ ബഡ്ജറ്റിൽ നമ്മൾ ഇയറിങ്സ് വാങ്ങി സൂക്ഷിക്കുന്നത്? അത്ര അതിൻ്റെ ആവശ്യമില്ല. അത് എൻ്റെതാണ്, പലരും പല രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്താണെന്നല്ലേ? വേറൊന്നുമല്ല, ഇന്നത്തെ ടിപ്പിൽ നോർമലി ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര്. അതിൽ ഞാൻ മെയിനായിട്ടൊരു കാര്യം പറയാം. നമ്മുടെ കയ്യിലായാലും കാലിലെ ചെരുപ്പിട്ടിട്ട് മിക്കവാറും എനിക്കുള്ള പ്രോബ്ലമാണ് കേട്ടോ. ഞാൻ ഷൂസ് യൂസ് ചെയ്യുമ്പോൾ ഷൂസ് വരുന്ന ആ ഒരു പോർഷനിൽ പകുതി ടൈം കളർ ചേഞ്ച്, ഒരു പോർഷനിൽ നല്ല വൈറ്റ് കളറിലിരിക്കും, ഒരു പോർഷനിൽ ആ ചെരുപ്പിട്ട ടാൻ നന്നായിട്ട് കാണും. ആ ടാൻ മാറാൻ നിങ്ങൾക്ക് എന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ്, ഈ ചെരുപ്പിട്ട് ഇഷ്യൂസ് ഉണ്ട്. പുതിയ ചെരുപ്പ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കളർ ചേഞ്ച്, മിക്കവാറും ആ ബാറ് പോലെ ആ ഒരു പോർഷനിൽ മാത്രം കളർ ചേഞ്ച് വരും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുക. വേറൊന്നുമല്ല, നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇരട്ടിമധുരം. ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഫേസിലായാലും ബോഡിയിലായാലും ടാൻ മാറാൻ ഈ ഒരു പ്രോഡക്റ്റ് മാത്രം മതി. നിങ്ങളുടെ കയ്യിൽ വെയിൽ കൊണ്ട് ആ ഒരു പോർഷൻസ് ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനും യൂസ് ചെയ്യാം, കാലിൽ യൂസ് ചെയ്യാം. എങ്ങനെയാണെന്നല്ലേ? ഇതിലൊരു 2 സ്പൂൺ വരുന്ന ഇരട്ടിമധുരം എടുക്കുക. അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ട പാല് ചേർക്കുക. പാലാണ് ചേർക്കേണ്ടത്. പിന്നെ വരുന്നത് നമ്മുടെ അലോവേര, ഈ ഫേസിലിടുന്ന അലോവേര തന്നെയാണ്. അതും കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കാലിൽ അപ്ലൈ ചെയ്ത് നോക്കി. 15-20 മിനിറ്റ് അല്ല, 1 മണിക്കൂർ നിങ്ങൾ കാലിലാണെങ്കിൽ ഇട്ടേക്കണം ഡെയിലി. എന്നിട്ട് നന്നായി ഡ്രൈ ആയതിനു ശേഷം വാഷ് ചെയ്യുക. നമ്മൾ എന്താ പറയുക, ഫേസിൽ നല്ല ഡ്രൈ ആയിട്ട്, അതിനേക്കാളും ഡ്രൈ ആവണം. ഡ്രൈ ആയിട്ട് തണുത്ത വെള്ളമിട്ട് വാഷ് ചെയ്ത് നോക്കി. ഇത് ഡെയിലി ഒരാഴ്ച ചെയ്ത് നോക്കി. നിങ്ങളുടെ ടാൻ മാറാൻ ഇത് മാത്രം മതി, വേറൊന്നും വേണ്ട. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതാണ്. എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മറക്കരുത്. ഇരട്ടിമധുരം എല്ലാവരുടെ വീട്ടിലും വാങ്ങിച്ച് വെച്ചോളൂ. കുഞ്ഞു കുട്ടികൾക്കും കാലിൽ യൂസ് ചെയ്യാം, ഫേസിലല്ല കാലിൽ യൂസ് ചെയ്യാം. മുതിർന്നവർക്കായാലും കാലിൽ യൂസ് ചെയ്യാം. ലേഡീസിനായാലും ജെൻസിനായാലും ഒരുപോലെ റിസൾട്ട് കിട്ടുന്ന സാധനമാണ് ഇരട്ടിമധുരം. ഇത്രയും ഐറ്റംസ് മാത്രം മതി. ഇരട്ടിമധുരം, പാല്, അതോടൊപ്പം കുറച്ച് അലവേര, പിന്നെ വരുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടി. ഇത്രയും മാത്രം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ടാൻ മാറും. പക്ക. ഇത് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന സാധനമാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി.